ഇനി നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാദാ വെള്ളമാണ്. ആവശ്യത്തിന് ഉപ്പും വേണം. 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഈ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഈ അപ്പം. പിന്നെ അളന്ന് വെച്ചിട്ടുള്ള അരിപ്പൊടിയിൽ നിന്നും 1/4 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ടിത് നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള അരിപ്പൊടിയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ലൂസായ രീതിയിലായിരിക്കും ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അധികം കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3/4 കപ്പാണ് വെള്ളം ആകെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഈ ഒരു പരുവത്തിലായിരിക്കണം അപ്പത്തിൻ്റെ മാവ്. അധികം കട്ടിയാകരുത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ തടവി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചൂടായൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അധികം കട്ടിയിൽ ഒഴിക്കരുത്. ഈ ഒരു കനത്തിൽ തന്നെ ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് ചുട്ടെടുക്കാം. ഇനി തുറന്ന് നോക്കാം. അടപ്പ് തുറന്ന ഉടനെ തന്നെ അപ്പം കല്ലിൽ നിന്ന് എടുക്കരുത്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നിന്നെടുക്കാം. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുക്കുക. ഇതുപോലെ നമുക്ക് ഇനി എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള പെർഫെക്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.